ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സഭയായി നാം നിശ്ചയിച്ചിരിക്കുന്ന തീം ആരാധന, വേർഷിപ്പ് എന്ന വിഷയമാണ്. ഇതിനെ ആസ്പദമാക്കിയാണല്ലോ ഇന്ന് നമ്മുടെ വേദഭാഗങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഏവെങ്കിലും ഭാഗമായിട്ട് വായിച്ചത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. Gospel according to St. John chapter 4 verse 24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, തിരുസന്നിധിയിൽ ഇന്ന് നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളിരിക്കുന്നുവല്ലോ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയാകണമേ. തിരുവചന ധ്യാനം ഞങ്ങൾക്ക് പുതു സമർപ്പണത്തിന് ഇടയാകണമേ. ആദിയോടെന്നും തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ഇന്നത്തെ വേദഭാഗങ്ങളൊക്കെ നാം ശ്രവിച്ചുവെങ്കിൽ ആരാധനയെപ്പറ്റി ആണ് എല്ലാ ഭാഗങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആരാധനയുടെ ആദ്യ ഭാഗം, ആദ്യത്തെ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം കയനിൻ്റെയും ഹാബേലിൻ്റെയും യാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനത്തെ ആരാധന നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകം 4-5 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവമാണ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഒരു ദൗത്യം നൽകിയതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. God called Abraham and Abraham responded in faith. ഇത് രക്ഷയുടെ കഥ മാത്രമല്ല, എന്നാൽ ഇത് ആരാധന, അതിൻ്റെ എസൻസ് ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർഷിപ്പ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ഇൻ്റർവോവൻ വിത്ത് ദ തീം ഓഫ് സാൽവേഷൻ. അപ്പോൾ രക്ഷയുടെ അനുഭവവും ആരാധനയും തമ്മിൽ ലയിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഉള്ളത്. ആരാധനയെ പറ്റിയുള്ള ആദ്യത്തെ രീതികൾ നമ്മൾ കാണുന്നത്, ബിബ്ലിക്കലായിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 19-24 വരെ ഉള്ള അധ്യായങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുറപ്പാട് സംഭവം അല്ലെങ്കിൽ എക്സോഡസ് ഈവൻറ്റ് എന്നീ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിലാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു എൻകൗണ്ടർ മീറ്റിംഗ് കാണുന്നത്. ആ എൻകൗണ്ടറിൽ എപ്രകാരമാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അവിടെ നൽകിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മനുഷ്യന് തോന്നുന്ന പോലെ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ വരുന്ന എക്സ്പ്രഷൻസിലൂടെയും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അസാധ്യമാണ്. God gives basic expressions and basic instructions how I am to be worshipped. വളരെ വ്യക്തമായിട്ട് എവിടെയാണ് ദൈവം മനുഷ്യനെ ആരാധിക്കുവാനായിട്ട് കൂടേണ്ടത് എന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. The meeting or the worship place was convened by God, a God who called them out of Egypt into Sinai. ജനത്തെ എപ്രകാരമാണ് ആരാധനയിൽ നിൽക്കേണ്ടത് എന്ന ക്രമീകരണം ദൈവം അവിടെ ചെയ്യുന്നു. They were structured according and they were asked to stand according to their responsibility. ദൈവം പിന്നെ അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം അവിടെ ജനം സ്വീകരിക്കുകയും പുതിയൊരു ഉടമ്പടി ബന്ധം അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. People accept the word and renew the covenant with the Lord. And this meeting was climaxed by ratification, a sealing of agreement by sacrifice and blood. ഈ ഉടമ്പടി രക്തത്താലും യാഗത്താലുമാണ് അവിടെ സീൽ ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേദോസം നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം വ്യക്തമായിട്ട് ആരാധിക്കേണ്ട സമയവും
സ്ഥലവും ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ടൈം ആൻഡ് പ്ലേസ് ഓഫ് വർഷിപ്പ് again was appointed by Yahweh. How you are to worship me. If you look in the book of Exodus chapter 31 verse 16 to 17, Sabbath, ശബത്തിനെ പറ്റി പറയുന്നു, പെസഹായെ പറ്റി പറയുന്നു. എവിടെയാണ് നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടത്? The place of worship was the mobile tabernacle, കൂടാരത്തിൽ ആരാധിക്കുവാൻ. So God created the time for worship. He created the sacred space for worship. That sacred space is the tabernacle. Or today we have the church, the sanctuary, where we worship the Lord. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നത് ബോധത്തോടെ ഇരിക്കുവാനായിട്ട് സാധിക്കും. ഇത് വിശുദ്ധ സ്ഥലമാണ്, ഈ പരിസരം വിശുദ്ധമാണ്. ഏത് ബോധത്തോടെയാണോ നാം ഇന്ന് ആലയത്തിൽ വന്നിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. He created the sacred rituals, യാഗങ്ങളെ പറ്റി, അതോടൊപ്പം തന്നെ ഓഫറിങ്സിനെ പറ്റി ദൈവം വ്യക്തമായിട്ട്, യഹോവയായ ദൈവം വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അവിടെ നൽകിയിരിക്കുന്നു. He also created the sacred ministry. ആരാണ് ഈ ആരാധനയ്ക്ക് ദൈവത്തെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ദൈവം വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകി. വന്നവനും പോകുന്നവനും ഒന്നും തന്നെ ഇത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. വേദോസ്തത്തിൽ അറിയാൻ പെട്ടകത്തെ ദൈവത്തിന് അനുവാദമില്ലാതെ തൊട്ടവന് എന്താണ് സംഭവിച്ചത്? അനുവാദമില്ലാതെ ധൂപമർപ്പിക്കാൻ പോയവർക്ക് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. So God created, it's God's initiative how people should worship Him. He created the sacred space, He created the time to worship, the place to worship, He created the sacred rituals, and He created the sacred ministry. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ചില ചിട്ടകൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. ചുമ്മാതെ വന്ന ദൈവത്തെ ആരാധിക്കുവാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. ദൈവമക്കളെ, ഇത് നാം ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നത് എന്താണ്, എന്തിനാണ് എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. ഈ ദേവാലയവും അതിൻ്റെ പരിസരവും വിശുദ്ധ സ്ഥലമാണ് മനസ്സിലാക്കി അതിന് വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഞാനായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ഇതിനെ നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ തന്ത്രങ്ങൾ കൊണ്ടും അശുദ്ധമാക്കുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1-ാം പാഠമാണ് വായിച്ചത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാവ് ദൈവത്തിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ ദർശനം കണ്ട് അവിടെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുകയാണ്. അവിടെ ആദ്യം പറയുന്നു, ഞാൻ കണ്ടു, ദൈവത്തെ കണ്ടു, ഒരു പുതിയൊരു കാഴ്ച എനിക്ക് ലഭിച്ചു. ഇന്ന് ആരാധനയിൽ നാം കടന്നു വന്നിരിക്കുന്നു. പുതിയ കാഴ്ചകൾ കാണുവാനായിട്ട്, ദൈവത്തെ കാണുവാനായിട്ടുള്ള ഒരുക്കത്തോടെയാണ് നാം വന്നിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്തൊരുക്കമാണ് നാം ഇന്ന് ആരാധനയിൽ കടന്നു വരാൻ നാം ചെയ്തിരിക്കുന്നത് എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദേവാലയത്തിൽ അസിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്നോട് ഇടവക അംഗം വിളിച്ച് പറഞ്ഞു, അച്ഛാ, അസിസ്റ്റ് ചെയ്യുന്നവനെ സൂക്ഷിച്ചോളണം. ഇവരെ അല്ല കേട്ടോ, പാവത്താന്മാരായിരിക്കുന്നത്, ഈ ഇടവകയല്ല. എന്താ അച്ഛാ, എന്താ സാറേ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അച്ഛാ, ധൂപക്കുറ്റിയിൽ അവൻ ഊതുമ്പോൾ സൂക്ഷിച്ചോണം. തീ അവൻ്റെ അണ്ണാക്കിലേക്ക് കാണാൻ പോയാൽ അബദ്ധമാണ്. ചെവിയുള്ളവൻ മനസ്സിലാക്കട്ടെ. അവൻ ധൂപക്കുറ്റിയിൽ ഊതിയാൽ ധൂപക്കുറ്റിയുടെ തീ അവൻ്റെ അണ്ണാക്കിലേക്ക് പോകണമെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് എന്തായിരിക്കും വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. നാം ഏതൊരുക്കത്തോടെയാണ് ദേവാലയത്തിൽ വരുന്നത്? 2-ാമത് അവിടെ യെശയ്യാവ് പറഞ്ഞു, എൻ്റെ വായെ തൊട്ടു, ഒരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. പുതിയൊരു അനുഭവത്തിന് വേണ്ടി ഒരുക്കത്തോടെയാണ് നാം വന്നിരിക്കുന്നത്. Have we come that the Lord may touch us and we have a new experience in our life? ഇത് രണ്ടും കണ്ടതിന് ശേഷം യെശയ്യാവ് അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻപാകെ നിൽക്കി. He saw himself. ദൈവത്തിൻ്റെ വിശുദ്ധിയെ കണ്ട് തൻ്റെ അശുദ്ധിയെ മനസ്സിലാക്കി ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് പറയുകയാണ്, ഞാൻ അനിഷ്ട മനുഷ്യൻ, കർത്താവേ, ദൈവമേ, യഹോവേ, ഞാൻ നശിച്ചു പോകും. പുതിയൊരു കാഴ്ചപ്പാട് അവിടെ അവന് ലഭിച്ചു. ഇത് പുതിയ കാഴ്ചപ്പാട് ലഭിക്കത്തക്കവാണ് നാം വന്നിരിക്കുന്നത്. എന്തിനാണ് നാം ദേവാലയത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്? നമ്മോട് തന്നെ ചോദിക്കണം. He saw himself before the holiness of God and found himself unholy, and he confessed, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നശിച്ചു പോകും.
നാലാമത് ഇവിടെ കാണുന്നത് 6:8 ഒരു പുതിയ ശബ്ദം അവൻ കേട്ടു, ഒരു പുതിയ കേൾവി അവനുണ്ടായി. ദൈവത്തിൻ്റെ ശബ്ദം അവൻ ആലയത്തിൽ വെച്ച് കേട്ടു. ഈ ശബ്ദം കേൾക്കുവാനായിട്ടാണ് നാം വന്നിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Why have we come to the worship? Have we come to listen to his word? Listen to his voice. ആരാധനയിൽ യെശയ്യാവ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അതിന് കേട്ടതിന് ശേഷം സമർപ്പണം യെശയ്യാവിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഒരു പുതിയ സമർപ്പണത്തിലൂടെ he could make a new commitment to himself. യോഹന്നാൻ എഴുതിയ ബുക്കിൻ്റെ വെളിപാട് സാഹിത്യത്തിൽ 1:17 പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. I worshipped him. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ആലയങ്ങൾ ആരാധിക്കുവാനായിട്ടുള്ള ആലയങ്ങളായിട്ട് തീർന്നിരിക്കുകയാണോ? അതൊരു മലയാളിക്ക് വേറെ മലയാളിയെ കാണുവാൻ അന്വേഷിക്കുവാനായിട്ട്, ടീ ടൈം ആസ്വദിക്കാനായിട്ട്, പള്ളികളുടെ ഗേറ്റിൽ കയറി പള്ളിയുടെ ഉള്ളിൽ സാങ്ച്വറിയിൽ ഇരിക്കാതെ, വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കാതെ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ ഉടാടി സഞ്ചരിക്കുന്ന പിശാചിനെ പോലെ ചുറ്റും സഞ്ചരിക്കുകയാണോ എന്ന് നാം നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം. എന്തിനാണ് പള്ളിയുടെ ഗേറ്റിനുള്ളിൽ കയറുന്നത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനാണോ? ദൈവത്തിനെ കാണാനാണോ? എന്നെ തന്നെ സമർപ്പിക്കാനാണോ? ഏത് ലക്ഷ്യത്തോടെയാണ് നാം ദൈവാലയത്തിലേക്ക് വരുന്നത്? ഇന്ന് ആരാധനയാണ് നമ്മുടെ തീം. ഇത് നാം നമ്മോട് തന്നെ ചോദ്യം ചോദിക്കണം. ഇന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഭദ്രാസന അസംബ്ലി മീറ്റിങ്ങിൽ ഉള്ള പ്രാർത്ഥനയായിരുന്നു, Forgive us, O Lord, for our churches today have turned into cultural and social organizations rather than places of worship. ഇന്ന് ആരാധനയിൽ നമ്മൾ കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കാനായിട്ടാണോ? അതൊരു സോഷ്യൽ ക്ലബ്ബായിട്ട് ഇന്ന് നമ്മുടെ പള്ളികൾ മാറിയിരിക്കുകയാണോ? ഇത് നാം നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം, വേറെ ആരോടും ചോദിക്കേണ്ട. What is our relationship in worship? എല്ലാ ആരാധനയും നമ്മെ നയിക്കേണ്ടത് ഒരു കൺവിക്ഷൻ വേണ്ടിയാണ്. പാപത്തെ പറ്റിയൊരു ബോധമുണ്ടാകണം. ഞാൻ പാപിയാണെന്ന് തോന്നൽ ഒരു ആരാധനയിൽ വന്നിട്ടുണ്ടാകണം. നിങ്ങൾ പറയും, ഞാൻ പാപം ചെയ്തിട്ടില്ല. ഞാനങ്ങ് വിശ്വസിച്ചൊന്നും ചിന്തിക്കേണ്ട. Every worship should convict us of our sin, that we are standing before the Holy Lord who is sinless. Every worship should lead us to confession. പാപം ഏറ്റുപറയാനായിട്ട് ആരാധന നമ്മെ നയിക്കണം. പാപം ഏറ്റുപറയുമ്പോൾ ആ ദൈവസന്നിധിയിൽ നിന്നുള്ള ശുദ്ധീകരണം അനുഭവിപ്പാൻ നമുക്ക് സാധിക്കണം. Every worship should lead us to cleansing. ശുദ്ധീകരണം അനുഭവിച്ച് every worship should lead us to commitment. ദൈവസന്നിധിയിൽ പുനർസമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. എല്ലാ ഞായറാഴ്ചയും അത് സാധിക്കണം. ഈ പള്ളിയിൽ വന്നിട്ട് പാപത്തെ പറ്റി ബോധമുണ്ടായില്ലെങ്കിൽ ആരാധിക്കുന്നത് വ്യർത്ഥമായിട്ടാണ്. ഈ പള്ളിയിൽ വന്നിട്ട് പാപബോധമില്ലാതെ നിങ്ങൾ അനുദപിക്കാതെ പോയാൽ ആരാധന വെറും വ്യർത്ഥം, അതിരജൽപ്പനം മാത്രമാണ്. ആരാധനയുടെ ശുദ്ധീകരണം അനുഭവിച്ചു പോയാൽ യാതൊരു പ്രയോജനം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ, ഇതെൻ്റെ സൗഖ്യത്തിന് മുഖാന്തരമായി തരണമേ, ഇതെൻ്റെ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തരണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. എല്ലാ കൂദാശയും നമ്മെ നയിക്കേണ്ടത് ഒരു സമർപ്പണത്തിലേക്കാണ്. Every sacrament should lead us to commitment. എന്തിനുള്ള സമർപ്പണമാണ്? എന്തിനു വേണ്ടിയുള്ള സമർപ്പണമാണ്? അയക്കപ്പെടുവാനായിട്ടുള്ള സമർപ്പണമാണ്. ഈ പള്ളിയിൽ നിറങ്ങിയാൽ ആരാധനയ്ക്ക് ശേഷം every commitment should lead us to commission. ദൈവത്തിൻ്റെ അംബാസഡേഴ്സ് ആയിട്ടാണ് ഈ ആരാധനയ്ക്ക് ശേഷം പോകുന്നത് എന്ന ഒരു കമ്മീഷനോടെ വേണം ഈ ആരാധനയ്ക്ക് ശേഷം പോകാനായിട്ട്. അതാണ് ആരാധനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. Every sacrament, whether it is baptism, whether it is confirmation, whether it is the confession, whether it is the holy kurbana, whether it is the holy matrimony, whether it is the holy ordination, should lead us to the commitment that we are commissioned to be ambassadors,
called out community, sent out community to worship the Lord, to stand out as his ambassadors. നല്ല ശമരിയാക്കാരനെ പറ്റി നമുക്കറിയാം. ശമരിയാക്കാരത്തെ സ്ത്രീയെ പറ്റി ആണ് ഇന്ന് വായിച്ചത്. The Samaritan woman, after hearing that this is the Savior, she goes and proclaims to the whole village. And the whole village is evangelized by her. ആദ്യത്തെ സുവിശേഷകയായിട്ട് ഈ ശമരിയാക്കാരത്തെ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക്, she is the first evangelist who went long before the disciples entered into the ministry. She went and shared to her community that there is a Savior. നിത്യജീവൻ അവൻ്റെ അടുത്താണുള്ളത്. അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ദൈവമക്കളെ, നാം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണ്? Have we come here to be entertained? Today's worship somehow in today's Western world has become a token, has become a way to be entertained, to listen to good sermons, to good jokes, be entertained, feel emotionally comfortable and go home. No, that is not the purpose of worship. Every worship should convict us of our sin. Every worship should lead us into confession. Every worship should lead us into cleansing experience, and that should lead us into commitment, and commitment should lead us into commission to be ambassadors of Christ, to be his apostles, to be his disciples wherever we go. നമ്മെ തന്നെ ശോധന ചെയ്യാം. ഇന്ന് ആരാധനയിൽ നാം എന്തിനാണ് കടന്നു വന്നിരിക്കുന്നത്? നാം നമ്മെ തന്നെ സമർപ്പിക്കാം. പുതിയ സമർപ്പണത്തോടെ, ദൈവമേ എൻ്റെ പാപങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, കർത്താവേ എൻ്റെ ജീവിതത്തെ, എനിക്കുള്ള വകയെല്ലാം നിൻ്റേതാണെന്ന് മനസ്സിലാക്കി നിൻ്റെ റിസോഴ്സായിട്ട് ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ത്രിയേക ദൈവം നാം ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നേന്മുഖമേൻ ഹൃദയത്തെ ആനന്ദമേ. ആരാധ്യൻ തേജസ്സേഴും ഹൃദയത്തിലാ സന്നിധിയെ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയെ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നേന്മുഖമേൻ ഹൃദയത്തെ ആനന്ദമേ. കേട്ട ദൈവവചനത്തിലെ വെളിച്ചത്തിൽ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്.